ഗസ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന മൈക്രോസോഫ്റ്റിനെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തി ഇന്ത്യക്കാരിയായ എഞ്ചിനീയർ വാനിയ അഗർവാൾ. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. ഇന്ന് പവൻ വില 360 രൂപ വർദ്ധിച്ച് 71,800 രൂപയായി. കോഴിക്കോട് മഫ്യൂസൻ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കടകൾ തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും. കോഴക്കേസ് ചോദ്യം ചെയ്യൽ ED ഏജന്റുമാർ ഹാജരായി. എല്ലാ സത്യങ്ങളും വൈകാതെ പുറത്തുവരുമെന്ന് SP. പൈലറ്റിന്റെ അപേക്ഷ നിരസിച്ചു. ആകാശച്ചുഴിയിൽപ്പെട്ട ഇന്ത്യൻ വിമാനത്തിന് സഹായം നിഷേധിച്ച് പാകിസ്ഥാൻ. ഒറ്റപ്പാലത്ത് പ്രഭാത നടത്തത്തിനിടെ തെരുവുനായുടെ കടിയേറ്റയാളുടെ നില ഗുരുതരം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യാനികൾ. മുസ്ലിങ്ങൾ നാമമാത്രമെന്ന് വെള്ളാപ്പള്ളി. നയനാർ മന്ത്രിസഭ അറിയാതെ 33 സ്വകാര്യ കോളേജുകൾക്ക് അനുമതി കൊടുത്തു. അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു.